യഥാസമയം വാക്സിൻ എടുത്തിട്ടും തെരുവുനായയുടെ ആക്രമണത്തിൽ പേവിഷബാധയേറ്റ 8 വയസ്സുകാരി ഗുരുതരാവസ്ഥയിൽ. വാക്സിന്റെ ഒരു ഡോസ് മാത്രം ബാക്കി നിൽക്കെയാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. കടിയുടെ തീവ്രത അനുസരിച്ചാണ് വാക്സിന്റെ കാര്യക്ഷമത നിശ്ചയിക്കുന്നതെന്ന് SAT ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ S. ബിന്ദു വ്യക്തമാക്കി. ഇക്കഴിഞ്ഞ ഏപ്രിൽ 8-ാം തീയതിയാണ് കൊല്ലം കുന്നിക്കോട് സ്വദേശിയായ 8 വയസ്സുകാരിക്ക് തെരുവുനായയുടെ കടിയേറ്റത്. നായയുടെ കടിയേറ്റ ഉടൻ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച് IDRVയുടെ ആദ്യ ഡോസ് നൽകി. അതേ ദിവസം വൈകിട്ട് പുനലൂർ താലൂക്ക് ആശുപത്രിയിലെത്തിച്ച് ഇമ്മ്യൂണോ ഗ്ലോബുലിൻ സെറവും നൽകി. പിന്നീട് ഏപ്രിൽ 11, 15, 18 തീയതികളിൽ IDRVയുടെ ഓരോ ഡോസുകൾ കൂടി നൽകി. ഈ മാസം 6-ന് ആന്റി റാബിക്സ് വാക്സിന്റെ അവസാന ഡോസ് മാത്രം ശേഷിക്കെ ഏപ്രിൽ 28-ന് കുട്ടിക്ക് പനി ബാധിക്കുകയും പരിശോധനയിൽ പേവിഷബാധ സ്ഥിരീകരിക്കുകയും ചെയ്തു. പട്ടി മോടെ പുറത്തോട്ട് ചാടി വീണപ്പോൾ കൈയുടെ ഇത്രയും ഭാഗം കടിച്ച് ഒരു പല്ല് നല്ല ആഴത്തിന് ഇറങ്ങിയിട്ട് അവിടെ മൊത്തവും പഴുപ്പ് പോലെ, അതായത് അകലത്തുള്ള മസിൽസ് എല്ലാം വെളി വരത്തക്ക വിധത്തിന് അങ്ങ് ഹോള് പോലായി. അവിടെ വെച്ച് തന്നെ ഞങ്ങൾ കഴുകി അപ്പം തന്നെ ഹെൽത്തി കൊണ്ടുപോയി. വെന്റിലേറ്ററിൽ കഴിയുന്ന കുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണെന്ന് SAT ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബിന്ദു S. പറഞ്ഞു. വാക്സിൻ ഫലപ്രദമല്ലെന്ന് പറയാൻ കഴിയില്ലെന്നും കടിയുടെ തീവ്രത അനുസരിച്ചാണ് വാക്സിന്റെ കാര്യക്ഷമത നിശ്ചയിക്കുക എന്നും സൂപ്രണ്ട് വ്യക്തമാക്കി. കുട്ടികളിലെ നിങ്ങൾക്കറിയാലോ, പൊക്കം കുറവാണ്. അപ്പോൾ അവരുടെ തലഭാഗത്തും അല്ലെങ്കിൽ കൈ അങ്ങനെയുള്ള മേജർ അപ്പർ പാർട്ട് ഓഫ് ബോഡിയിലായിരിക്കും കടി കിട്ടുന്നത്. അപ്പോൾ കടിക്കുന്ന സമയത്ത് ഇതിൻ്റെ പല്ലുകൾ ഡയറക്റ്റ് ഞരമ്പിൽ പറ്റുകയാണെങ്കിൽ വൈറസ് ഡയറക്റ്റ് ഞരമ്പിൽ കൂടെ തന്നെ അപ്പോൾ തന്നെ സഞ്ചരിച്ചു തുടങ്ങും. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ വാക്സിൻ എത്രത്തോളം അതിനകത്ത് പ്രൊട്ടക്റ്റീവ് ആകുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കുട്ടിയെ കടിച്ച നായ ചത്തതായി കൊല്ലം വിളകുടി പഞ്ചായത്ത് പ്രസിഡന്റ് റജീന പറഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.